നർത്തകിയും സിനിമാ സീരിയൽ നടിയുമായ ശാലു മേനോൻ പ്രധാന വേഷത്തിലെത്തുന്ന നാടക നൃത്താവിഷ്കാരം നാഗവല്ലി മനോഹരിയുടെ ആദ്യ പ്രദർശനം തൃശൂർ സംഗീത നാടക അക്കാദമിയിൽ നടന്നു. മണിച്ചിത്രത്താഴ് ചിത്രത്തിലെ നാഗവല്ലി എന്ന കഥാപാത്രത്തിന് നാടക നൃത്താവിഷ്കാരം നൽകി സാങ്കേതികതയുടെ കാഴ്ചവസന്തമൊരുക്കിയ നാഗവല്ലി മനോഹരി പ്രേക്ഷക പ്രശംസ പിടിച്ചുപറ്റി. ഉന്നത വിദ്യാഭ്യാസ മന്ത്രി ആർ ബിന്ദുവാണ് ഉദ്ഘാടന ചടങ്ങ് നിർവഹിച്ചത്. നാഗവല്ലിയുടെ ഭാവപ്പകർച്ചയ്ക്കൊപ്പം സംവിധാനം നിർവഹിച്ചിരിക്കുന്നതും ശാലു മേനോൻ തന്നെയാണ്. മികച്ച നാടകരചനയ്ക്ക് 9 തവണ സംസ്ഥാന സർക്കാർ അവാർഡ് നേടിയ ഹേമന്ത് കുമാറാണ് രചന നിർവഹിച്ചിട്ടുള്ളത്. സംഗീതം നൽകിയിരിക്കുന്നത് പ്രശസ്ത സംഗീത സംവിധായകൻ ശരത്താണ്. നാടകമാണെന്ന് ചോദിച്ചാൽ അല്ല, ബാലറ്റ് ആണോ അതൊന്നുമല്ല. പക്ഷെ ഇതൊരു ശരിക്കും പറയുകയാണെങ്കിൽ ഒരു സ്റ്റേജ് സിനിമ എന്ന് വേണം പറയാൻ. കാരണം നമ്മൾ ഈ LED വോള്, ഇൻട്രാക്റ്റീവ് സ്ക്രീൻ LED വോളാണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അത് ശരിക്കും ആരും ചെയ്തിട്ടില്ല. ഇത് ശരിക്കും ഞങ്ങളുടെ ഒരു പരീക്ഷണമാണ് ഈ ഒരു പരിപാടി. അത്രയും ശരിക്കും 2 മാസത്തോളം ഇതിൻ്റെ റിഹേഴ്സൽ തന്നെ അത്ര ആയിട്ടുണ്ട്. കാരണം ഇതിൻ്റെ ഈ പറഞ്ഞ ഈ ഇൻട്രാക്റ്റീവ് സ്ക്രീൻ ആയതുകൊണ്ട് ഇതിൻ്റെ ടൈമിങ്ങും കാര്യങ്ങളും എല്ലാം അതുപോലെ വന്നില്ലെങ്കിൽ എല്ലാം കുളമായിപ്പോകും. അപ്പോൾ ശരിക്കും എല്ലാവരും, ഞാൻ മാത്രമല്ല കേട്ടോ, ഇതിലൊരു ഫുൾ ക്രൂ അതിനുവേണ്ടി ശരിക്കും കഷ്ടപ്പെട്ടിട്ടാണ് ഈ ഒരു പ്രോഗ്രാം ഞങ്ങൾ ഇന്നിപ്പം ഇവിടെ അവതരിപ്പിക്കുന്നത്. വേദിയിൽ നിൽക്കുന്ന കഥാപാത്രങ്ങൾ രംഗങ്ങൾക്കനുസൃതമായി LED വോളിലെ കഥാപാത്രങ്ങൾ, സന്ദർഭങ്ങൾ എന്നിവയോട് സംവദിക്കുന്നതും നാഗവല്ലി മനോഹരിയുടെ പ്രത്യേകതയാണ്. നാഗവല്ലി എന്ന പേര് കേട്ടപ്പോഴേ എനിക്ക് ഡൗട്ട് അടിച്ചായിരുന്നു. അത് കേട്ട് പേടിക്കാൻ ഞാനും. കാര്യം മണിച്ചിത്രത്താഴ് സിനിമ ഫാസിൽ സാറിന്റെ ഒരു ഫിക്ഷനാന്നൊക്കെ പറയാൻ, പക്ഷെ ആദ്യം ഇൻസ്പിറേഷൻ ആയിട്ടുള്ള ഒരു റിയൽ സ്റ്റോറിയുമുണ്ട്, റിയൽ നാഗവല്ലിയുമുണ്ട്. ചങ്ങനാശ്ശേരി ജയകേരളയാണ് നാഗവല്ലി മനോഹരി വേദിയിലെത്തിക്കുന്നത്. ജനം, തൃശൂർ.